എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നാട്ടിൽ ഓണാഘോഷത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഇൻട്രോ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് താമസം വന്നു. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അത് താമസം വന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ സീസൺ ചേഞ്ച് ആകുകയാണ്. അതായത് വിൻ്റർ മാറിയപ്പോൾ സ്പ്രിങ് അടുക്കാൻ പോവാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് ടെമ്പറേച്ചർ ചേഞ്ച് ഉള്ളതുകൊണ്ട് മിക്കവർക്കും ഫ്ലൂ, കഫ്, കോൾഡ് ഒക്കെയാണ്. അപ്പോൾ എനിക്കും വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ അത് തുടർന്നുള്ള വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഏതായാലും ഒരു 2 വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അതിൽ ആദ്യത്തെ വീഡിയോ ഇന്നിടാൻ ശ്രമിക്കുന്ന ആദ്യത്തെ വീഡിയോയിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഇൻട്രോ തന്നെയാണ്. ക്ഷമിക്കണം, വീണ്ടും വീണ്ടും ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നതിന്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങി എനിക്കതിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം പലരും എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്കൊരു 3 ആൾക്കാരെ പേരെടുത്ത് പറയണം. അതിലൊന്ന് അതല്ല 4 ആൾക്കാരെ പറയണം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യത്തെ കമൻറ്റ് തന്നത് എൻ്റെ ചിറ്റപ്പനാണ്. അതായത് വൈഫിൻ്റെ ചിറ്റപ്പൻ, മധുസൂദനൻ നായർ എന്നാണ് പുള്ളി. നല്ല സീനിയർ ഇത് റോളിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. രണ്ടാമത് വൈഫിൻ്റെ വേറൊരു ചിറ്റപ്പൻ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ആൾ. ചിറ്റപ്പൻ എനിക്ക് കുറച്ച് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത് എനിക്ക് കമൻറ്റ്സ് തന്നത് എൻ്റെ കോബ്രദറാണ് വരുൺ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. നാലാമത്തെ പേരെടുത്ത് എനിക്ക് പറയാനുള്ളത് വിവേക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അടുത്തിടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയുടെ വിവേകിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഗോ ഓൺ, ബി നാച്ചുറൽ, ഞാനിപ്പോൾ പറയുന്ന പോലെ തന്നെ തുടർന്നോളൂ, അതെല്ലാം നല്ലതാണെന്നുള്ള വളരെ പ്രചോദനപരമായിട്ടുള്ള കമൻറ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിലെടുത്ത് പറയത്തക്ക ഒരു ഇതുള്ളത് എനിക്ക് വരുൺ, എൻ്റെ കോബ്രദർ, പറഞ്ഞാണ്. പുള്ളി പറഞ്ഞ ഒരു കമൻ്റ് എന്ന് വെച്ചാൽ, ഇതൊക്കെ പറയാൻ നീ ആരാ എന്നുള്ളൊരു രീതിയായിരുന്നു. സോ ഹി വാസ് വെരി റൈറ്റ്. അപ്പം ഹു ആർ യു, ഐ മീൻ ഈ വീഡിയോയും നീ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അബൌട്ട് യു. അപ്പം എന്തോ ഞാൻ പറഞ്ഞു, പക്ഷേ അതൊരു കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു അതിന്. അപ്പോൾ അതൊന്ന്. രണ്ടാമത് മധുചിറ്റെന്ന് ഞാൻ വിളിക്കുന്ന മധുസൂദനൻ നായർ. ചിറ്റ പറഞ്ഞത് ഒരു ബുക്സ് എടുത്ത് അതിൽ കുറച്ച് നോട്ട്സൊക്കെ, ചിറ്റ ബുക്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയണമെന്ന് പറഞ്ഞു. ചിറ്റ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം എനിക്കൊരു അഭിപ്രായ വ്യത്യാസം എന്നല്ല, അതിനൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ചിറ്റ പറഞ്ഞു, വളരെ കൺസൈസ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോകളും ഇനി ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോകളെല്ലാം ഒരു കൺസൈസ്, നമ്മുടെ എന്താ പറയുന്നത്, ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇടാവുന്ന ചെറിയ ബിറ്റ്സുകളല്ല. ഇത് കൂടുതലും ഒരു ഇൻഫർമേറ്റീവ് ഇതായതുകൊണ്ട്, പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള വിവരങ്ങളെ പറ്റി ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ അത് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കാം മാക്സിമം കഴിവതും റിപ്പീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഒഴിവാക്കാം. പക്ഷേ എന്നായിരുന്നാലും ഇതൊരു വളരെ ഒരു 1 or 2 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആയിട്ടല്ല ഞാൻ ഇട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 5 to 10 മിനിറ്റ്സ് ആണ് ഐഡിയലി ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിൽ നീണ്ടു പോയേക്കാം, നമുക്ക് നോക്കാം ഇത് തുടർന്നുള്ള ഇതിൽ. പ്രദീപ് ജിറ്റിൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈറ്റിങ്, മോഡുലേഷൻസ്, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു നന്ദി ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു ഉപദേശം തന്നതിന്. അപ്പം ഇത് തുടങ്ങുന്നതിന് ഞാൻ ആദ്യം വരുണിന് പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി, അതായത് ഹു ആർ യു, നീ ഇത് പറയാനായിട്ടൊക്കെ ഉള്ള എന്താണ്, വാട്ട്സ് യുവർ കപ്പാസിറ്റി എന്നുള്ള രീതിയിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ അക്കാഡമിക്കായിട്ട് MSc കഴിഞ്ഞു. MSc മാസ്റ്റേഴ്സ് ഇൻ അനാലിറ്റിക്കൽ കെമിസ്ട്രിയാണ് കഴിഞ്ഞത്. SP കോളേജിൽ നിന്ന് ഞാൻ ഇതെടുത്ത് MSc കഴിഞ്ഞത്. 7 വർഷം ഞാൻ വളരെ കുറച്ച് പേർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുള്ളൂ. 7 വർഷം ഒരു കോളേജിൽ തന്നെ പഠിക്കുന്നുള്ള, അങ്ങനെ വളരെ കുറച്ച് ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. 7 വർഷം SP കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആയിരുന്നു. ഒരു ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പല കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പാർട്ട് ടൈമായിട്ട് ഞാൻ ടീച്ചിങ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സ് പോവുക, ട്യൂഷൻ സെൻറ്റേഴ്സിലൊക്കെ പഠിപ്പിക്കുക, അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മെയിൻ സ്ട്രീമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കമ്പനിയിലെ ജോലി തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആലപ്പുഴയിൽ ഇപ്പോഴും ആ കമ്പനി ഉണ്ട്, പക്ഷേ അന്നത്തേന് അത്രയും വിപുലമായിട്ടില്ല, ചെറിയ രീതിയിൽ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനിയാണ്, ഫുഡിൻ്റെ, സ്പെഷ്യലി സ്പൈസസിൻ്റെ. അപ്പം ഞാൻ അവിടെ ഒരു കെമിസ്റ്റായിട്ടാണ് എൻ്റെ ഇൻഡസ്ട്രിയൽ ഒരു എന്താ പറയുന്നത് ജീവിതം തുടങ്ങുന്നത്. അപ്പം അവിടെ ഞാൻ റെസിഡ്യൂ ലാബ് എന്ന് പറയും, നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ
ഒരുപാട് സ്പൈസസിൻ്റെ അകത്തുള്ള പെസ്റ്റിസൈഡിൻ്റെ റെസിഡ്യൂ, പിന്നെ കണ്ടാമിനൻസിൻ്റെ അനാലിസിസ്, അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ചെറിയ ഒരു വർഷത്തോളമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞാൻ ചെന്നൈയിലോട്ട് മൂവായി. ചെന്നൈയിൽ ഞാൻ ജോലി ചെയ്തിരുന്നത് SGS എന്ന് പറഞ്ഞൊരു വേൾഡ് ഒരു ടോപ്പ് ഒരു കമ്പനിയാണ് കൺസ്യൂമർ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴും നമ്മൾ വിചാരിക്കാൻ ഉദ്ദേശിക്കാത്തത്ര തരം പ്രോഡക്ട്സിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെയും ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റൈലിൻ്റെ സാമ്പിൾ അറിയാം, ടെക്സ്റ്റൈലിനകത്ത് ഒരുപാട് സിന്തറ്റിക് നിറങ്ങളൊക്കെ ചേർക്കുന്നു, ഡൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടാമിനൻസ്, അതിൻ്റെ ടോക്സിസിറ്റി, അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്നും നമ്മൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ എവിടെയാണ് നിൽക്കണമെന്നുള്ളതൊക്കെ ഒരു ചെയ്തൊരു തവളച്ചാട്ടം എന്ന് പറയുന്ന പോലെ നമുക്ക് പറയാം. അതുപോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഞാൻ മൂന്നാമത്തെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തത്. അത് മൈസൂരിലായിരുന്നു. അവരും ഇന്ത്യയിലെ തന്നെ വളരെ ഒരു ടോപ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ജൂബിലൻ്റ് എന്ന് പറയും. ജൂബിലൻ്റ് ഓർഗനോസിസ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. അവിടെ ഒരു വർഷത്തിന് മുകളിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അവിടെ ഞാൻ ക്വാളിറ്റി കൺട്രോൾ കെമിസ്റ്റായിട്ടായിരുന്നു. അവർ നമ്മുടെ ക്ഷമിക്കണം ഫാർമസ്യൂട്ടിക്കൽ, അതായത് ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അവിടെ ഞാനൊരു ഒരു വർഷത്തിന് മുകളിൽ ഞാൻ ഈ കമ്പനി ആദ്യ കാലഘട്ടത്തിലുള്ള കമ്പനികളിലെല്ലാം ഞാൻ ഒരു വർഷമേ കൂടി വന്നാൽ ഒരു വർഷം ഏതാനും മാസങ്ങളെ ഞാൻ ജോലി ചെയ്തിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ യൂണിലിവറിൽ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഞാൻ യൂണിലിവറിലേക്ക് പോവുകയായിരുന്നു ബാംഗ്ലൂരിൽ. അതെന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറയാം. കാര്യം യൂണിലിവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ പേരുകേട്ട ഒരു കമ്പനിയാണ്. ചിലരൊക്കെ പറയും ഓൾമോസ്റ്റ് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയ പോലെ. അത് തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ ശമ്പളം കുഴപ്പമില്ല, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കാര്യം അവിടെ ഉള്ളവരെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പല പ്രബല യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഡോക്ടറേറ്റും ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ വേറൊരു എടുത്തു പറയത്തക്ക കാര്യം എന്ന് വെച്ചാൽ യൂണിലിവറിൻ്റെ ബാംഗ്ലൂരിലെ സെൻറ്റർ നമ്മുടെ ഇന്ത്യയിലെ മാത്രമല്ല ഗ്ലോബൽ റിസർച്ചിന് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ വേറെ വെളിയിലുള്ള മാർക്കറ്റിൽ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ എങ്ങനെയാണ് പ്രോഡക്ട്സിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടി അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, യൂണിലിവറിനെ പോലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം യൂണിലിവറിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പേറ്റൻറ്റ്, പിന്നെ കുറേ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിയിലല്ല, നമ്മുടെ ഇൻറ്റേർണൽ പബ്ലിക്കേഷൻസ് കുറേ ചെയ്യുന്നു. അത് ഇൻറ്റേർണൽ പബ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ വെളിയിൽ നമ്മൾ നേച്ചർ അതുപോലെയൊക്കെയുള്ള പ്രമുഖമായ ഒരു പബ്ലിക്കേഷൻസിലൊക്കെ ചെയ്യുന്ന അത്രയും നല്ല സ്റ്റാൻഡേർഡിലേക്കുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു 9 വർഷക്കാലം ഞാൻ യൂണിലിവറിൽ ജോലി ചെയ്തു. 2014 ഞാൻ ഒരു പെർമനൻ്റായിട്ട് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. 11 ഇവിടെ ആദ്യം വന്നിരുന്നു. വളരെ കുറച്ച് ആഴ്ചകൾ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് വിസയുടെ ഒരു ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അത് കഴിഞ്ഞ് ഞാൻ 2014 ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ ലക്കി ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഇവിടുത്തെ ഒരു റീറ്റെയിൽ ജയൻ്റാണ്. അവിടെ ഞാൻ ജോലി ചെയ്യുന്നു. അവിടുത്തെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ക്വാളിറ്റി അഷുറൻസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ ഈ കമ്പനി ഒന്നും ഉണ്ടാക്കുന്നില്ല, അതായത് കമ്പനിയുടേതായ പ്രോഡക്ട്സുകളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മൾ സപ്ലയേഴ്സ് ഉണ്ട് നമുക്ക്. അതായത് ഞാനിപ്പോൾ ഏകദേശം എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം 850 മുകളിൽ പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, ലോണ്ട്രി, ഡിഷ് വാഷിംഗ്, പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ സോപ്സ് ആൻഡ് ബോഡി വാഷ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പല ടൈപ്പ് പ്രോഡക്ട്സിൽ വർക്ക് ചെയ്യാനും അത് ഉണ്ടാക്കുന്ന സപ്ലയറുമായിട്ടും അവിടുത്തെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കാനും അതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് എൻഡ് ആകുന്നില്ല. നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് മാർക്കറ്റ്സ് വരുന്നതിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ജോലിയിൽ. അപ്പം ഇതൊക്കെയാണ് വരേണ്ട ഒരു ക്വസ്റ്റ്യനുള്ളൊരു ആൻസർ. അതായത് വൈ ആം ഐ, സോ ഹു ആർ യു ടു ടോക്ക് അബൌട്ട് ദിസ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു ആൻസർ. അപ്പോൾ എൻ്റെ ഈ രണ്ടാമത്തെ ഇൻ്റർവ്യൂ, ഇത് അവസാനത്തെ ഇൻ്റർവ്യൂ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇൻട്രൊഡക്ഷനെ പറ്റിയുള്ളത്. അപ്പോൾ ഇനിയുള്ള അടുത്ത വീഡിയോകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ട് കടക്കാം. അതായത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള അറിവും അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഈ പ്രോഡക്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതും ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത്രയും നേരം എന്നെ കേട്ടതിനും എനിക്ക് ഇതിനുള്ള പ്രചോദനവും അതിനുള്ള കേൾക്കാനുള്ള താല്പര്യം തന്നെ ഫസ്റ്റ്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ അതിനുള്ള നമുക്ക് പ്രചോദനം
തരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഫോളോ ചെയ്തവർക്കും എല്ലാവർക്കും വളരെ നന്ദി. ഞാൻ പല പല ഗ്രൂപ്പുകളിൽ ഇട്ടിരുന്നു, അവരെല്ലാം എനിക്ക് നന്നായി തന്നെ റെസ്പോണ്ട് ചെയ്തു. അപ്പം എൻ്റെ മകൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം തന്നെ ഏതാണ്ട് 116 എന്താണ് ഷെയർസോ മറ്റോ ഉണ്ടായിരുന്നു, വ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയ കാര്യമാണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ഇത് നിങ്ങൾ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഞാനിത് വേറെ ഒരു ഉദ്ദേശമില്ല. എനിക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് വാങ്ങിയാലും എന്ത് ചെയ്താലും നിങ്ങൾ അത് അറിഞ്ഞു വാങ്ങുക എന്നുള്ളത് മാത്രം. അറിവ് നമുക്ക് എന്താണ് പറയുന്നത്, വെറുതെ കിട്ടുന്നതല്ല. മറ്റുള്ളവരത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് സ്വീകരിക്കുക, അതിലുള്ളത് നമ്മളത് മനസ്സിലാക്കി ഇത് പോകുക. അപ്പോൾ ഇത്